ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ 8 വർഷത്തിന് ശേഷം ഞാൻ നാട്ടിൽ പോയപ്പോൾ അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു. മാറ്റങ്ങൾ മീൻസ് അവിടുത്തെ ജനങ്ങൾ, പിന്നെ അവിടുത്തെ എൻ്റെ നാട്ടിലുണ്ടായ മാറ്റങ്ങൾ, അതൊക്കെയാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അങ്ങനെ 2024 സെപ്റ്റംബറിലാണ് ഞാൻ നാട്ടിൽ പോകുന്നത്. അപ്രതീക്ഷിതമായി ഒരു പോക്കാണ് പോയത്. അപ്പോൾ ഞാൻ എയർപോർട്ടിലൊക്കെ ഇറങ്ങി. അപ്പോൾ ചെക്ക് പോസ്റ്റിൽ അവിടെ 2-3 ഉദ്യോഗസ്ഥർ എന്നെ കുറെ നേരം ചോദ്യം ചെയ്തു. അങ്ങനെ എൻ്റെ പാസ്പോർട്ടൊക്കെ നോക്കി. എന്നോട് അവർ ചോദിച്ചു, നീ എപ്പോഴാണ് ദുബൈ പോയത്? ആ പറഞ്ഞു, അത് 8 വർഷമായി. അപ്പോൾ അവര് അമ്പരുന്നു, കുറെ പാസ്പോർട്ട് തിരിച്ചും മറിച്ചും ഒക്കെ നോക്കി. അവസാനം അവിടെ നിന്ന് എന്നെ ഇറക്കി വിട്ടു. അങ്ങനെ ഞാൻ വീട്ടിൽ ആരോടും പറയാതെ എത്തി. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ അനിയനെ ആയിരുന്നു കണ്ടത്. അപ്പോൾ അനിയനെ കണ്ടപ്പോൾ ഞാൻ ആകെ അത്ഭുതപ്പെട്ടു. അവൻ ആകെ എന്നെക്കാളും നല്ല ഹൈറ്റോടെ കൂടെ വളർന്നു. അതുമാത്രമല്ല, എനിക്ക് എൻ്റെ സ്വന്തം അനിയനെ ഏകദേശം അവൻ ഇപ്പോൾ ഒരു 19 വയസ്സായി. ഞാൻ അവിടുന്ന് പോകുമ്പോൾ ഒരു 10 വയസ്സ് ആ പ്രായമായിരുന്നു. പക്ഷേ എനിക്ക് അവനെ തിരിച്ചറിയാൻ പറ്റിയില്ല. പിന്നെ അവനെ കാണുമ്പോൾ എന്താ ഒരു ചേട്ടനും അനിയനും ഒരു ബോണ്ടിങ്. എൻ്റെ ചെറുപ്പകാലത്ത് അവനെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അവനെ ഒരുപാട് സ്ഥലങ്ങൾ കാണിച്ചിരുന്നു. അവൻ എപ്പോഴും ഞാൻ പോകുമ്പോൾ അവനോട് ഒരുപാട് കാര്യങ്ങൾ അവന് പഠിപ്പിച്ചു കൊടുത്തിരുന്നു. പക്ഷേ ഞാനിവിടെ വന്ന ശേഷം വീഡിയോ കോളിൽ അവനോട് സംസാരിച്ചിട്ടില്ല. അവൻ്റെ ഫോട്ടോ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ വോയിസ് കോളിലൊക്കെ സംസാരിച്ചിരുന്നു ഒക്കെയാണ്. അപ്പോൾ അവനെ മനഃപൂർവ്വം അതല്ല, അവൻ്റെതായ ഒരു ഫ്രീഡം ഞാൻ അവന് കൊടുത്തിട്ടുണ്ട്. ഞാൻ അവനോട് ഒന്നും അവൻ്റെ ഇഷ്ടം പോലെ ചെയ്യാൻ എന്ന രീതിയിലാണ് അവനെ വിട്ടത്. ചെറുപ്പകാലത്ത് ഞാൻ അവനെ ഒരുപാട് അടിക്കുകയും അതൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഒരു വേറെ കാര്യം. അങ്ങനെ വീട്ടിലെത്തി. എനിക്ക് നാട്ടുകാര്, അവിടുത്തെ ആൾക്കാരൊക്കെ കാണുമ്പോൾ ഇവിടെ വേറൊരു ലോകമായിട്ടാണ് ഞാൻ അവിടെ കണ്ടത്. കേരളം എന്ന കൊച്ചു സ്ഥലം അത് തോന്നാൻ കാരണം ഇവിടെയുള്ള ഏകദേശം പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും ലോകത്തുള്ള വിവിധ തരം ആൾക്കാരും ഏകദേശം നല്ല ഹൈറ്റ് ഉണ്ട്. എന്നെക്കാളും ഒരു 6 അടി പൊക്കം 7 അടി പൊക്കമൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കെന്തോ അങ്ങനെ ഒരു ഫീൽ ചെയ്തു. പിന്നെ നാടൊക്കെ മാറി, സ്ഥലങ്ങളും ഞാൻ പണ്ട് സ്കൂളിൽ പോയ വഴികളും അതൊക്കെ ഞാൻ നടന്നു പോയി. ഓരോരോ വീട്ടിലും കയറി ചെന്നു. ഓരോരോ സ്ഥലങ്ങളിൽ പണ്ട് പോയ സ്ഥലങ്ങളൊക്കെ ഞാൻ പോയി. അപ്പോൾ അതൊക്കെ കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. പിന്നെ സ്ഥലങ്ങളൊക്കെ ഒരുപാട് മണ്ണിട്ട് നിരത്തി പുതിയ വീടുകൾ വന്നു. ഒരുപാട് ആൾക്കാർ സ്ഥലം കാടുകളൊക്കെ ചേക്കേറിയിട്ട് അവിടെ വെട്ടിനിരപ്പാക്കി വീടുകളൊക്കെ വെക്കുന്നുണ്ട്. അതൊക്കെയാണ് എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. പിന്നെ ഒരുപാട്, എന്നാൽ പോലും പഴയ ഗ്രാമഭംഗി ഇപ്പോൾ അങ്ങനെ നിലനിൽക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. ഞാൻ പോയ സമയം 1 മാസത്തേക്കാണ് ഞാൻ പോയത്. അപ്പോൾ അവിടെ ഒരുപാട് ഭംഗികളും മഴ പെയ്യുന്ന സ്ഥലത്താണ്, മൺസൂൺ കാലത്താണ് ഞാൻ പോയി. അപ്പോൾ എന്താ പറയാ, ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. എനിക്കിവിടെ മഴ അങ്ങനെ ഇല്ലല്ലോ. ഇവിടെ ഇപ്പോൾ ഒരുപാട് വർഷത്തില് 1-2 മഴ പെയ്യും എന്നുള്ള സ്ഥലമാണ് ഇത്. അങ്ങനെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ആൾക്കാരുടെ പെരുമാറ്റം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. പഴയ ആൾക്കാരല്ല ഇപ്പോഴുള്ളത്. എൻ്റെ ഒരു ചെറിയ പ്രദേശമാണ്. അപ്പോ അവിടെ ഉള്ള ഒരു കടയിലോ ചെറിയ ടൗണിൽ പോയാൽ പോലും അവിടെ ആൾക്കാരെ ഇങ്ങനെ കാണാൻ കഴിയില്ല. പിന്നെ പഴയ പോലെ ആൾക്കാരൊന്നും ഇല്ല. അതൊക്കെ പോയി. പിന്നെ പരസ്പരം ആളുകൾ പഴയ പോലെ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ല. ഇപ്പോൾ എന്താ പറയാ, സിറ്റുവേഷൻസ് ആണ്. ഞാൻ കൂടുതൽ പറഞ്ഞു പോയാൽ അത് വേറെ രീതിയിലൊക്കെ ആയിപ്പോവും. അങ്ങനെയാണ് ഞാൻ മാക്സിമം ചുരുക്കി പറയുന്നത്. അപ്പോൾ പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ഫാമിലിയുടെ കൂടെ അവർക്ക് ഒരു സപ്പോർട്ടായി നിൽക്കാനാണ് ഞാൻ എന്നും ശ്രമിക്കുന്നത്. ഇതുവരെ ഞാൻ 8 വർഷമായിട്ടൊരു ആരുടെ കൂടെ ഒരു ട്രിപ്പ് പോയോ സ്ഥലം കാണാൻ പോയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ കളിക്കാനൊക്കെ പോവും, പക്ഷെ ഇങ്ങനെ ഒരു യാത്ര പോയിട്ടില്ല. പിന്നെ ഒരുപാട് മനസ്സിന് പക്ഷേ എൻ്റെ മനസ്സമാധാനത്തിന് ഇങ്ങനെ ഒരു മാളിലൊക്കെ പോയിട്ട് പർച്ചേസ് ഒക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ മനസ്സമാധാനമാണല്ലോ മുഖ്യം. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം നമ്മുടെ ആൾക്കാരും നമ്മുടെ നാട്ടിന്റെ അവസ്ഥയും ആണ്. ഇപ്പോഴും ഒരുപാട് ആൾക്കാർ മാറാനുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ചെറിയ കുട്ടികൾ, വളർന്നു വരുന്ന ചെറിയ കുട്ടികൾ, മാതാപിതാക്കൾ അവർക്ക് വളരുന്ന ഒരു 5 വയസ്സ് 10 വയസ്സാകുമ്പോൾ തന്നെ മൊബൈൽ കൊടുക്കുന്നു, അഡിക്ഷൻ ആവുന്നു. വീട്ടുകാർ പറയുന്ന കേൾക്കുന്നില്ല, പണിയൊന്നും ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെയുള്ള കാലമാണ്. അപ്പോൾ അതൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു മാറ്റവും വരാൻ പോകുന്നില്ല എന്നറിയാം.
ഞാൻ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന ആളാണ്. ചെറുപ്പത്തിൽ അവിടെ വീട്ടിലുണ്ടായ സമയത്ത് ഞാൻ വെറുതെ വീട്ടിലിരിക്കില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും തോട്ടത്തിൽ പോകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ഏർപ്പെടും. അങ്ങനെയൊക്കെ ആയിരുന്നു. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഞാൻ ഇത്രയും സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്നതും, അല്ലെങ്കിൽ അങ്ങനെ അല്ല, ഒരു ഹാർഡ് വർക്കർ ആയത്. ഇതിന്റെ റീസൺ അങ്ങനെയാണ്. അപ്പോ എന്നെ പോലെ ഈ ലോകത്ത് വേറൊരാൾ ആകണമെന്നില്ല. അപ്പോ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ നമ്മളെ കുട്ടികളെ, എൻ്റെ ഉപ്പ എനിക്ക് ഉത്തമ മാതൃകയാണ്. അദ്ദേഹമാണ് എന്നെ എന്തെങ്കിലും ജോലി ഏൽപ്പിക്കും, അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെറുപ്പത്തിലെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ഹാർഡ് വർക്ക്, എങ്ങനെ കഷ്ടപ്പെടണം, എങ്ങനെ മറ്റുള്ളവരെ ബഹുമാനിക്കണം. പിന്നെ ഒരു കാര്യം കൂടെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഉപ്പ ചെറുപ്പത്തിൽ എല്ലാ കാര്യങ്ങളും ഓർക്കുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മുതിർന്നവരെ നിങ്ങൾ എന്ന് വിളിക്കണം എന്നുള്ളത്. ബഹുമാനത്തോട് റെസ്പെക്ട് കൊടുക്കണമെന്ന് ആ പറഞ്ഞത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. പല കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മാറ്റങ്ങൾ എല്ലാവരിലും സംഭവിക്കട്ടെ. ഇപ്പോൾ ഒരു മടി പിടിച്ചുള്ള അല്ലെങ്കിൽ കാര്യക്ഷമത ഇല്ലാതെ ഒരു തലമുറ അല്ലാതായി നമ്മുടെ സമൂഹം മാറട്ടെ. ഒത്തിരി നല്ല കാര്യങ്ങളും അതുപോലെ നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടിയും നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയും ഹെൽപ്ഫുള്ളായി പ്രവർത്തിക്കുന്ന നല്ല ഒരു തലമുറ നമ്മളിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ദൈവവിശ്വാസവും അവർക്ക് അവരുടേതായ വിശ്വാസത്തിൽ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളൊന്നും ആരെയും ഒന്നും അടിച്ചേൽപ്പിക്കാതിരിക്കുക. പിന്നെ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. സ്റ്റേ ട്യൂൺ.